നല്ല നാടൻ രുചിയിൽ ഒരു വാളക്കറി തയ്യാറാക്കിയാലോ? നല്ല ചൂട് ചോറിനൂടെ കഴിക്കാൻ പറ്റിയ ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞതും എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പച്ചമാങ്ങ ഇതുപോലെ നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, അത് കാരണമാണ് ഒരെണ്ണം ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/2 കിലോ മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാള മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഈ ഉപ്പും മഞ്ഞളും മുളകും മല്ലിയും എല്ലാം കൂടിയിട്ട് ഈ മാങ്ങയിലും അതുപോലെ മീനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെ നമുക്കൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഞാൻ ആദ്യം ചേർക്കാൻ മറന്നുപോയതാണ്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടിയിട്ടൊന്ന് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. മീൻ ഇതുപോലെ മാങ്ങയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 4 മുതൽ 5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തലപ്പാൽ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2ാം പാലും 3ാം പാലും കൂടി ചേർത്താണ് 4 മുതൽ 5 കപ്പ് വരെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ഈ മീൻ കറിക്ക് ചാറ് വേണോ അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് 3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്നൊക്കെ നോക്കാം. മീനെല്ലാം പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങ നമ്മൾ എടുത്തിട്ടുള്ളത് ഉടയാത്ത മാങ്ങയായിരുന്നു, അത് കാരണം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്, അപ്പോൾ അടിപൊളി ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള 1.5 തേങ്ങയിൽ നിന്ന് തന്നെയാണ് ഈ സെയിം തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കുന്നതിന് മുൻപായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/4 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. മീഡിയം തൊട്ട് അല്ലെങ്കിൽ ഹൈ ഫ്ലെയിം വരെ നമുക്ക് വെച്ച് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എരിവ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ താളിച്ച് വെച്ചിട്ടുള്ളത് ഈ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ ഈ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ഇത് അടുത്ത ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുവരെ മീൻ മാങ്ങയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ.